പി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ്, ഇനിയിപ്പോൾ 15 മിനിറ്റ് മാത്രമാണ് ബാക്കി. 25 ദിവസങ്ങൾ നീണ്ട പല പല വിഷയങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നാകെ മാറി മാറി മറിഞ്ഞ പല രാഷ്ട്രീയ വാക്പോരുകൾ കണ്ട നിലമ്പൂർ ദിവസങ്ങൾക്ക്, നിലമ്പൂർ ഡേയ്സിന് ഇനി 15 മിനിറ്റ്സ് മാത്രം ബാക്കി. ദിലീപ്. ഹാഷ്മി, ഇനി കൃത്യമായി പറഞ്ഞാൽ 17 മിനിറ്റ്. നിലമ്പൂരിൽ പരസ്യ പ്രചാരണത്തിന് കൊടിയിറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഏതാണ്ട് 17 മിനിറ്റ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ നിലമ്പൂർ വിജനമാകും. ജനങ്ങൾ പല വഴിക്ക് പിരിഞ്ഞു പോകും. മണ്ഡലത്തിൽ വോട്ടില്ലാത്ത നേതാക്കളും പ്രവർത്തകരും ഒക്കെ നിലമ്പൂരിൽ നിന്ന് മടങ്ങും. പിന്നീട് നിലമ്പൂരിലെ ജനത മാത്രമാകും അവിടെ ഉണ്ടാവുക. പിന്നീട് നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ഇനി കേവലം 17 മിനിറ്റ് കഴിഞ്ഞാൽ, 17 മിനിറ്റ് തികച്ചില്ല, ഏതാണ്ട് 16 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലേക്ക് നിലമ്പൂർ കടക്കും. എന്തൊരാവേശം, എന്തൊരാഹ്ലാദമാണ് നിലമ്പൂരിനെ സംബന്ധിച്ച്. ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ നിലമ്പൂർ ടൗണിലേക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, നിലമ്പൂരിലെ 7 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും, നിലമ്പൂർ നഗരസഭയുടെ വിവിധ വാർഡുകളിൽ നിന്നും ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുകയായിരുന്നു. അത്രമേൽ ആവേശത്തോടുകൂടി, അത്രമേൽ വലിയ വികാരത്തോടുകൂടി ഈ നിലമ്പൂരിലെ ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കളർഫുള്ളാക്കിക്കൊണ്ട്, ഏറ്റവും വലിയ വൈബിലേക്ക് എത്തിച്ചുകൊണ്ട് അങ്ങനെ ഒരു വലിയ ജനസാഗരമാണ് നിലമ്പൂർ ടൗണിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. അതേതാണ്ട് വൈകിട്ട് 4 മണി കഴിഞ്ഞതോടുകൂടി ആവേശം അതിൻ്റെ ഒരു പാരമ്യത്തിലേക്കെത്തി, കൊടുമുടിയിലേക്കെത്തി എന്ന് തന്നെ പറയാം. സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോകൾ നിലമ്പൂർ ടൗണിലേക്ക് എത്തുന്നു. LDFിൻ്റെയും UDFിൻ്റെയും സ്ഥാനാർത്ഥികൾ, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, അങ്ങനെ ഒരു സ്ഥാനാർത്ഥി സംഗമം, നേതാക്കളുടെ സംഗമം, പ്രവർത്തകരുടെ സംഗമം, അങ്ങനെ ഒരു പൂരപ്പറമ്പായി നിലമ്പൂർ മാറി. നിലമ്പൂരിന് പൂരം പരിചയമുണ്ടോ എന്നറിയില്ല, പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ചൊരു പൂരപ്പറമ്പിന് തുല്യമായ അവസ്ഥയിലായിരുന്നു. വാദ്യമേളങ്ങളോടുകൂടി പ്രവർത്തകരെത്തുന്നു, വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകരെത്തുന്നു, നേതാക്കളെത്തുന്നു. അങ്ങനെ നിലമ്പൂർ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വലിയൊരു കൊട്ടിക്കലാശത്തിനാണ് അവിടം സാക്ഷ്യം വഹിച്ചത്. ഇനി ഏതാണ്ട് കൃത്യം 15 മിനിറ്റ് കഴിയുമ്പോൾ നിലമ്പൂർ നഗരം വിജനമാകും. അതിന് തൊട്ടു മുമ്പ് വലിയ ആവേശത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഇപ്പോൾ നിലമ്പൂർ എത്തിയിരിക്കുകയാണ്, നേതാക്കൾ എത്തിയിരിക്കുകയാണ്. അതിനിടെ പെയ്ത മഴയ്ക്ക് പോലും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ആവേശത്തെ കെടുത്താൻ കഴിഞ്ഞില്ല. മഴയിലും ആ തോരാമഴയിലും നേരത്തെ വലിയ പ്രളയം കണ്ടവരാണ് നിലമ്പൂരുകാർ. 2019 മഹാമാരിയും പ്രളയവും അതിജീവിച്ച നിലമ്പൂരുകാരാണ്. ആ നിലമ്പൂരിലെ ജനത അവർക്ക് ഈ മഴയൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മഴയിൽ കുതിർന്നു നിന്നുകൊണ്ട്, ആ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് വലിയ ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ ഈ കൊട്ടിക്കലാശത്തിൽ അണിചേർന്നു. മറ്റന്നാൾ നിലമ്പൂർ വിധിയെഴുതാൻ പോവുകയാണ്. 23-ാം തീയതി അറിയാം ആരു ജയിക്കും, ആരുടെ ചിരിയായിരിക്കുമെന്ന കാര്യം. LDFും UDFും NDAയും PV അൻവറുമൊക്കെ അങ്ങനെ 4 സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് നിറഞ്ഞു നിന്ന നിലമ്പൂരിൽ ആർക്കായിരിക്കും അവസാന ചിരിയെന്നറിയാൻ 23 വരെ കാത്തിരിക്കേണ്ടി വരും. നിലമ്പൂർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു വലിയ ആഘോഷം, വലിയ ആവേശം, വലിയ ആഹ്ലാദം. നിലമ്പൂർ ടൗണിൽ കൊട്ടിക്കലാശം അല്പസമയത്തിനകം, ഏതാണ്ട് 14 മിനിറ്റിനകം സമാപിക്കും. നിലമ്പൂരിൽ സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമൊക്കെ വലിയ ആവേശത്തിലാണ്. ഈ ചാലിയാറിൻ്റെ തീരത്ത്, ചാലിയാർ നിലമ്പൂരിൻ്റെ ജീവനദിയാണ്. ആ ചാലിയാറിൻ്റെ തീരത്തൊരു പുഴ പോലെ, നദി പോലെ വന്ന് അത് കടലായി മാറിയ അത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഇന്നേ വരെ നിലമ്പൂർ നഗരം ദർശിച്ചിട്ടില്ല. നിലമ്പൂർ ഇങ്ങനെ ഒരു ഇലക്ഷൻ ഷോ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു വലിയ ഇലക്ഷൻ ഷോ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുകയാണ്. കേരളം, രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക്, എല്ലാ കണ്ണുകളും രാഷ്ട്രീയ കേരളത്തിൻ്റെ നിലമ്പൂരിലേക്കാണ്. എന്താണ് ഇനി ജനങ്ങളുടെ വിധിയെഴുത്ത്, ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്? ഇതൊക്കെ കാണുന്ന ജനങ്ങളുണ്ട്. 2 മുന്നണികളുടെയും 3 മുന്നണികളുടെയും സജീവ പ്രവർത്തകർ, PV അൻവറിൻ്റെ പ്രവർത്തകർ, അവരിവിടെ എത്തിയിട്ടില്ല. PV അൻവർ ഒറ്റയ്ക്ക് വോട്ട് പിടിക്കുകയാണ് ഈ സമയത്ത്. അങ്ങനെ ഈ 4 സ്ഥാനാർത്ഥികളുടെയും പ്രവർത്തകരും അതിനു പിന്നിൽ അണിനിരന്നവരുമൊക്കെയുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു ജനത, അവർ ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. ഈ റോഡ് ഷോയെയും ഈ കൊട്ടിക്കലാശത്തെയും ഒക്കെ നോക്കിക്കാണുന്നുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ വിലയിരുത്തിയിട്ടുണ്ട്. അവരുടെ നിത്യജീവിത പ്രശ്നങ്ങളെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കുമെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.